സദ്യ കഴിക്കാൻ വന്നു നിന്ന മന്ത്രി 10:50 സദ്യ കഴിച്ചോ നമുക്കൊന്ന് അറിയണം. നമ്മൾ കഴിക്കുമ്പോൾ 1 മണിയാവും. അതെ, നമുക്കൊന്ന് പോയിട്ട് വരാം. മന്ത്രി പി രാജീവ് ഉണ്ട്, അവിടെ സൈഫുനീസയുണ്ട്. തൃക്കാക്കരയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ തൃക്കാക്കരയപ്പന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിയും ഒപ്പം സൈഫുനീസ മിനിസ്റ്റർ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ്. ഇന്ത്യ മുന്നണി ഒന്നിച്ച് ഭക്ഷണം ഇന്ത്യ മുന്നണി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. BJP നേതാക്കൾ ആരും കാണാനില്ലല്ലോ. ഇന്ത്യ മുന്നണിയിൽ ഇല്ലല്ലോ BJP. ഇന്ത്യ മുന്നണിയുടെ ആണോ തൃക്കാക്കര അമ്പലം? അല്ല, BJP-കാരൊക്കെ തിരിഞ്ഞു നോക്കിയാൽ കാണാം, ഇടത്തും വലത്തും ഒക്കെ. സൈഫുനീസ് അവിടെ എനിക്കൊന്ന് ചോറിന് തൊട്ട് പിന്നാലെ കാത്തു നിൽക്കുകയാണ്. അവിടെ ഭക്ഷണം അവർക്ക് എന്തായാലും സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ക്യാമറ വരുമ്പം സൈഫുനീസ മന്ത്രിയോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ വിഭവങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ്. ഇതൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇതെങ്ങനെ കണ്ടിട്ടും ഇത് കൺട്രോളോടുകൂടി നിൽക്കുന്നു എന്നൊരു ചോദ്യം. ഇന്ത്യ മുന്നണി മാത്രമല്ല, NDAയുടെ പ്രതിനിധികളും ഉണ്ട് ഇവിടെ. വിഷമിക്കേണ്ട, BJP-യുടെ പ്രതിനിധികളും ഉണ്ട് ഇവിടെ. എല്ലാ വർഷവും വരുന്നതാണോ ഓണസദ്യ കഴിക്കാൻ? ഇല്ല, സാധാരണ എല്ലാ വർഷവും തറവാട്ടിലാണ് പോവാറ്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ടാണോ തിരുവോണസദ്യ ഇവിടെ തൃക്കാക്കര വന്ന് കഴിക്കുന്നത്? തിരുവോണസദ്യ ആദ്യമായിട്ടാണ്. തലേദിവസം വരും. സാധാരണ ഉത്തരാടത്തിന് വരും. ഇത്തവണ തിരുവോണത്തിന് ആദ്യമായിട്ടാണ്. കുടുംബമായിട്ടാണല്ലോ, ഫാമിലി ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട് തിരുവോണ സദ്യ? നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഇത്രയും ആളുകളുടെ കൂട്ടത്തിലിരുന്ന് കഴിച്ചിട്ടുണ്ടോ സദ്യ? തിരുവോണ സദ്യക്ക് വരണം ആദ്യമായിട്ട്. ഞാൻ ഇടമാസങ്ങളിലെ തിരുവോണ സദ്യക്ക് വരാറുണ്ട്. ഞങ്ങൾ തിരുവോണത്തിന് ആദ്യമായിട്ട് വരുന്നതാണ്. അത് കൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ബെന്നി ബെഹനാൻ MP-യുടെ ഫാമിലിയാണ് ഇരിക്കുന്നത്. എല്ലാ വർഷവും സ്ഥിരമായി ഇവിടെ ഒന്ന് സദ്യ കഴിക്കുന്ന ആളാണ്. എങ്ങനെയുണ്ട് ഇത്തവണയും പതിവ് പോലെ അടിപൊളി ഫുഡാണോ? അതെ, നല്ല ഫുഡ് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഓണം ഉണ്ടായാലേ തൃപ്തിയാവുള്ളൂ. എല്ലാ തവണയും മക്കളെയും കൊണ്ടുവരാറുണ്ടല്ലോ, ഇത്തവണ മക്കളെ കൊണ്ടുവന്നില്ലല്ലോ. ഒരാളുണ്ട്, ഒരാൾ ടൂർ പോയി വർക്കല പോയിരിക്കുക. ഇന്ന് രാത്രി വരുള്ളൂ. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് ആസ് യൂഷ്വൽ. MP-യുടെ അടുത്ത് നേരത്തെ സംസാരിച്ചാണ്. അടിപൊളിയാണ്. നല്ല സദ്യ, നല്ല സംതൃപ്തി, വളരെ സന്തോഷം. മന്ത്രി പി രാജീവും ഉണ്ട്. ഫാമിലി ആയിട്ടാണ് മന്ത്രി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. മന്ത്രിയുടെ ബൈറ്റ് വേറൊരാളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ മന്ത്രിയുടെ വൈഫുണ്ട്, മന്ത്രി പത്നി സദ്യ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് സദ്യ? എല്ലാ വർഷവും വരുന്നതാണ്, എല്ലാ വർഷവും കാണുന്നതാണ്. അതെ, എല്ലാ വർഷവും വരാറുണ്ട്. മക്കളെ കൊണ്ടുവന്നില്ലല്ലോ ഇത്തവണ? ഉണ്ട്, പിറകെ ഇരിപ്പുണ്ട്. വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. സദ്യ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സദ്യയാണ്, നല്ല എപ്പോഴത്തെയും പോലെ നല്ല സദ്യയാണ്. അതിരാവിലെ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് അരുൺകുമാറും സുജയ പാർവതി അവിടെ പറയുന്നത്. 10:45 സദ്യ കഴിച്ചാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ സമയം സ്ഥിരമായി പോയി. ഇന്ന് 10:45 കഴിച്ചില്ലെങ്കിലാണ് ഒരു ക്ഷീണം. എല്ലാവർക്കും അവിടെയുള്ള ആരൊക്കെ ഉണ്ട് അവിടെ? സുജയും പിന്നെ സുജയ പാർവതി ഉണ്ട്, അരുൺകുമാർ ഉണ്ട്, പിന്നെ നമ്മുടെ വനിതാ അവതാരകരെല്ലാം ഉണ്ട്. അപ്പോൾ അരുണും സുജയ്ക്ക് എല്ലാവർക്കും റിപ്പോർട്ടറിന്റെ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. തുല്യതയുടെ സമത്വത്തിന്റെ സന്ദേശമാണ് ഓണം പകർന്നു നൽകുന്നത്. അത് മലയാളം ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. മനുഷ്യരെല്ലാവരും ഒരുപോലെ എന്ന സന്ദേശം ഓണം നാളിൽ കുറെ കൂടി വിപുലമാകുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും ഇവിടെ ഒത്തുചേരാറുണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഇന്ത്യ മുന്നണി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് അരുൺകുമാർ പറഞ്ഞത്. ഇന്ത്യ മുന്നണിയുടെ വേദനയുടെ സന്ദർഭമാണത്, സീതാറാമിന്റെ വിടവാങ്ങൽ. എന്നാലും രാജ്യത്ത് കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം. ഓണം ഒരേപോലെ എല്ലാവരും ഒരേപോലെ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യ മുന്നണി പോലൊരു സങ്കല്പം രാജ്യത്ത് ശക്തിപ്പെടേണ്ടതുണ്ട്. ഇത് നിലനിന്ന് പോകണമെങ്കിൽ. ഇനിയിപ്പോ ഇത് ആദ്യത്തെ സദ്യയാണ്, ഇനി വേറെ സദ്യ ഉണ്ടാവും. ഇന്ന് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്ന പോലെ ഇരിക്കും. മന്ത്രി ഒന്നൊന്നര സദ്യ കഴിക്കുന്ന ലക്ഷണമാണ്. 10:45 ഇത് മന്ത്രി. താങ്ക് യു. സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ. ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ക്യാമറയായിട്ട് പോകുന്ന ചങ്ങാതിയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ? പൊതുവെ അതെ, അരുണേട്ടന്റെ ഞാൻ ഒരു കാര്യം പറയാം, പ്രേക്ഷകരോട് പറയാം. അതായത് ഈ സദ്യ കഴിക്കുമ്പോൾ അരുണേട്ടൻ ഒരു ശീലമുണ്ട്. ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കും. അപ്പൊ ഈ ഓണയറിൽ ഇങ്ങനെ ഡീസന്റായി വളരെ മാന്യനായി നിൽക്കുന്ന ഇയാൾ സദ്യ ആകുമ്പോഴേക്കും അരുണേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് വിരകി അങ്ങോട്ട് ഒരു ഇളക്കുണ്ട്. ഇളക്കി കഴിഞ്ഞിട്ട് ആ ഉരുളയെടുത്ത് ഒരു കഴിപ്പുണ്ട്. കുറെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ ഒരാൾ കാത്തു നിൽക്കുന്നു. ആരാണ് കാത്തിരിക്കുന്നത്? ഇടവേളയല്ലേ?